എൻ്റെ ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് മൂവീസിൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ഒരു ഐറ്റമായിരുന്നു കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, പൂർ തിങ്സ് ആണ്. പൂർ തിങ്സിനെ പറ്റി നിങ്ങൾ ഇതിനു മുന്നേ കേട്ടിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ തവണത്തെ ഓസ്കാറിൽ ഒപ്പൻഹൈമറിന് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ കൊടുത്തൊരു സിനിമയായിരുന്നു പൂർ തിങ്സ് എന്ന് പറയുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് നമ്മുടെ എമ്മ സ്റ്റോണിന് ബെസ്റ്റ് ആക്ട്രസിനുള്ള ആ ഒരു പുരസ്കാരവും നേടിക്കൊടുത്ത സിനിമ ഈ ഒരു പൂർ തിങ്സ് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിനിമയുടെ ക്രൂ ഈ വർഷം വീണ്ടും ഒരു സിനിമ ഇറക്കുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാണ്ടിരിക്കാനും പ്രതീക്ഷിക്കാണ്ടിരിക്കാനും പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മുടെ യോർഗോസ് ലാന്തിമോസ് ഡയറക്റ്റ് ചെയ്ത് എമ്മ സ്റ്റോണൊക്കെ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമയാണ് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഷോ തന്നെ പോയി കാണുമെന്ന് കരുതി അങ്ങനെ അത് തന്നെ പോയി കണ്ടു. പക്ഷേ എനിക്ക് ഇന്നാണ് റിവ്യൂ ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും സിനിമയെ പറ്റി നോക്കുവാണെങ്കിൽ ഈ ഒരു സിനിമ ചർച്ച ചെയ്യുന്നത് 3 ഡിഫറൻറ്റ് സ്റ്റോറീസാണ്. അതായത് ഒരു ആന്തോളജി മോഡിലാണ് ഈ ഒരു സിനിമ പോകുന്നത്. ഓരോ സ്റ്റോറിയും ഓരോ കൈൻഡ് ഓഫ് ജോണറിലൂടെയാണ് പോകുന്നത്, ഓരോ കൈൻഡ് ഓഫ് ക്യാരക്ടേഴ്സിലൂടെയാണ് പോകുന്നത്. ആദ്യത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ കൺട്രോൾ നേടിയെടുക്കാൻ വേണ്ടി, അതായത് മറ്റൊരാളുടെ കയ്യിലാണ് അദ്ദേഹത്തിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത്, ആ ഒരു കൺട്രോൾ സ്വയം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതും പിന്നീട് അയാൾക്കുണ്ടാവുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പോലീസുകാരന് തൻ്റെ ഭാര്യയിൽ ഭയങ്കരധികം സംശയം വരികയാണ്. അതായത് കാണാതായി തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടുമ്പോഴത്തേനും ആ ഭാര്യയിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, അതായത് എൻ്റെ ഭാര്യയല്ല എന്ന് പുള്ളിക്കാരനൊരു ചിന്ത വരികയാണ്. മൂന്നാമത്തെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ എബിലിറ്റി അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹ്യൂമൻ എബിലിറ്റി ഉള്ള ഒരാളെ തേടിപ്പോകുന്ന ഒരു സ്ത്രീയുടെ കഥ. ഇങ്ങനത്തെ 3 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സ്റ്റോറീസ് ആണ് ഈ ഒരു സിനിമ പറയുന്നത്. അപ്പോൾ ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർ തിങ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേനും കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് ഭയങ്കര വിയേഡാണ്. അതായത് പൂർ തിങ്സേ വിയേഡാണ്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലെ ഡബിൾ വിയേഡാണ് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്നത്. ചില കാര്യങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മുടെ അണ്ണാക്ക് തന്നെ പൊളിഞ്ഞിരുന്നു, എന്തരടാ ഇത്. അത് പ്രത്യേകിച്ച് എനിക്ക് ആ ഒരു മൂന്നാമത്തെ സ്റ്റോറി കണ്ടപ്പോൾ തോന്നി. പക്ഷേ ഇത് പുറമേ ഒരു ബ്ലാക്ക് ഹ്യൂമർ അല്ലെങ്കിൽ ബ്ലാക്ക് കോമഡി മൂവി ആയിട്ടാണ് പോകുന്നതെങ്കിൽ കൂടെ ഇന്നർ ലെയേഴ്സ് ഒരുപാടുണ്ട്. അത് നമുക്ക് കണ്ടു പോകുന്ന സമയത്ത് ചിലതൊക്കെ പിടികിട്ടും, ചിലതൊക്കെ ഒട്ടും തന്നെ പിടികിട്ടത്തില്ല. എന്നെ സംബന്ധിച്ച് മൂന്നാമത്തെ സ്റ്റോറിയുടെ ആ ഒരു ലെയേഴ്സോ കാര്യങ്ങളൊന്നും എനിക്ക് പെട്ടെന്ന് കണക്റ്റ് ആയില്ല. എനിക്ക് പൂർ തിങ്സ് ഒക്കെ പെട്ടെന്ന് കണക്റ്റ് ആയ ഒരു മൂവിയായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമയിലെ ചില കാര്യങ്ങളൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് കണക്റ്റ് ആയില്ല. അപ്പോൾ എനിക്ക് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ് എന്ന് പറയുന്നത് ആ ഒരു 100% എക്സ്പീരിയൻസ് തന്നില്ല എന്ന് തന്നെ വേണം പറയാം. പക്ഷേ ആ ഒരു രണ്ടാമത്തെ സ്റ്റോറി, ആ ഒരു പോലീസുകാരൻ്റെ സ്റ്റോറി ഗംഭീരമായിട്ട് തന്നെ പിടിച്ചത് കൊള്ളായിരുന്നു. അതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റോറിയും കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കുറച്ചൊരു വെറൈറ്റി കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ് ആയിരുന്നു ആദ്യത്തെ സ്റ്റോറി കണ്ടപ്പോഴത്തേനും. അങ്ങനെ ആദ്യത്തെ 2 സ്റ്റോറിയും കൊള്ളാം, കുഴപ്പമില്ല എന്നുള്ളൊരു ഫീൽ ഇങ്ങനെ കണ്ടുപോയി. മൂന്നാമത്തെ സ്റ്റോറി ആയപ്പോൾ തന്നെ ആ ഒരു ഗുമ്മ് പോയൊരവസ്ഥയായിരുന്നു. പക്ഷേ പെർഫോമൻസ് ആസ് യൂഷ്വൽ എമ്മ സ്റ്റോൺ വീണ്ടും തൂക്കി അടിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിക്ക് എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ ഇതുപോലെ പെർഫോം ചെയ്യാൻ പറ്റുന്നത്. അതായത് ഈ ഒരു സിനിമയ്ക്കകത്ത് 3 സ്റ്റോറിയിൽ 3 ടൈപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് ഈ ഓരോ ആക്ടേഴ്സും അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ എമ്മ സ്റ്റോണിനും ഓരോ കൈൻഡ് ഓഫ് ക്യാരക്ടറിനാണ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ 3 ക്യാരക്ടേഴ്സിനും അവരുടേതായിട്ടുള്ള ചെറിയ വേരിയേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാൻ പുള്ളിക്കാരിക്ക് പറ്റും. അത് ഈ യോർഗോസ് ലാന്തിമോസ് എന്ന് പറഞ്ഞ ഡയറക്ടറിനെ കൂടെ ബ്രില്യൻസ് ആണ്. കാരണം തൻ്റെ കൂടെയുള്ള അല്ലെങ്കിൽ തൻ്റെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആക്ടേഴ്സിൻ്റെ ആ ഒരു 100% പൊട്ടൻഷ്യൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന രീതിക്ക് പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ പരിപാടിയില്ല. അത് അങ്ങേര് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഈച്ച് ആൻഡ് എവരി ആക്ടർ പുള്ളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ജസ് പ്ലമൺസ് ഒക്കെ അങ്ങോട്ട് ഒരു രക്ഷയില്ലാണ്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജസ് പ്ലമൺസിന് എന്തായാലും ഈ വർഷത്തെ ഓസ്കാർ നോമിനേഷൻസിൽ ഒരു അവസരം കിട്ടും. ബട്ട് നമ്മളിപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ പകുതിയായിട്ടുള്ളൂ. അതുകൊണ്ട് മേ ബി ഇതിലും ഗംഭീര പെർഫോമൻസസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഇനി വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ജസ് പ്ലമൺസിന് തന്നെയായിരിക്കും ഈ വർഷത്തെ ഓസ്കാർ കിട്ടാനുള്ള എല്ലാ തരത്തിലുള്ള ചാൻസും. എമ്മ സ്റ്റോണും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ പൂർ തിങ്സിൻ്റെ അത്ര ഒന്നും വന്നിട്ടില്ല. എങ്കിൽ കൂടെ എമ്മ സ്റ്റോണും വില്യം ഡാഫോയും ഹണ്ടർ ഷാഫറും ഒക്കെ കിട്ടണ പോലെയൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മാർഗരറ്റ് ക്വാലെ പുള്ളിക്കാരിയൊക്കെ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു കുഴപ്പമില്ലാത്ത സിനിമ. നമ്മുടെ പൂർ തിങ്സിൻ്റെ പോലെ തന്നെ ഇതിലെ മ്യൂസിക്കും ആ ഒരു വിയേഡ് രീതിക്ക് തന്നെയാണ് പോകുന്നത്. പൂർ തിങ്സിലെ മ്യൂസിക്കും ബാക്ക്ഗ്രൗണ്ട് സ്കോർസും ഒക്കെ കേട്ടാൽ നമുക്കൊരു വിയേഡ് ഫീലിംഗ് കിട്ടും. സെയിം രീതിക്ക് തന്നെയാണ് ഈ സിനിമയിലെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ സിനിമാറ്റോഗ്രഫിയും കാര്യങ്ങളൊക്കെ നൈസായിരുന്നു. ക്യാമറ വർക്ക്സ് ഇങ്ങനെ നൈസായിട്ട് പോകുന്നത്. മറ്റേ പൂർ തിങ്സ് പോലെ വിഷ്വലി ഭയങ്കര സ്പെക്ടക്കിൾ ആയിട്ടുള്ളൊരു മൂവിയല്ല. പക്ഷേ എങ്കിൽ പോലും അവർ നല്ല പോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. സിനിമ കുഴപ്പമില്ല, കണ്ടിരിക്കാം, നൈസ് മൂവി. പക്ഷേ പൂർ തിങ്സിൻ്റെ അത്രയും വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല. നമ്മുടെ മനുഷ്യൻ്റെയൊക്കെ ഡെസ്പറേഷനും മാനിപ്പുലേഷനും അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് ഒക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ കാണിച്ചു തരുന്ന വളരെ വിയേഡായിട്ടുള്ള യോർഗോസ് ലാന്തിമോസിൻ്റെ ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള ഏറ്റവും വിയേഡായിട്ടുള്ള മൂവി. ദാറ്റ്സ് കൈൻഡ്സ് ഓഫ് കൈൻഡ്നസ്. എല്ലാവർക്കും കണക്റ്റ് ആവണമെന്നും തോന്നുന്നില്ല.